ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീറ്റ് പിയിലാർ. ഞാൻ നിങ്ങളുടെ സ്വന്തം മുഖ്യം തിരുവല്ലൂർ. ഇന്ന് ഭക്ഷണത്തെ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, അതിൻ്റെ അലങ്കാരം കൂടിയിട്ടാണ് ഇത്. ഇപ്പം ഞാനൊന്ന് എൻ്റെ രീതിയിലൊന്ന് അലങ്കരിച്ച് നോക്കിയതാണ്. ഇന്നത്തെ നമ്മുടെ ഡിന്നറിന് ചാളക്കറി. ഇപ്പം ചാള തന്നെയാണല്ലോ. ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ജിതിൻ ലോനപ്പൻ എന്നോട് ചോദിച്ചു ഇന്നലത്തെ കറീനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചാളക്കറിയാണ്. പിന്നെ നഗറ്റ്സ്, എംപേര നഗറ്റ്സ് ആണ്, നമ്മുടെ മീറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മേടിച്ചതാണ്. പിന്നെ ചാള ഫ്രൈ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഇനി കഴിക്കാൻ തുടങ്ങുമ്പോൾ അത് അലങ്കാരം എനിക്ക് പറ്റില്ല എന്നുവെച്ചാൽ നമുക്കൊരു തിരക്കാണത്. നഗറ്റ്സ് ആണ് തുടങ്ങാം ഫസ്റ്റ്. സൂപ്പറായിട്ടാണ്, ഓക്കെ, നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാള വറുത്തതും ചെറിയ ചാളയാണ്, നല്ല ടേസ്റ്റാണ്. കുഞ്ഞി ചാളയാണ് ചാള വറുത്തും കൂട്ടിയിട്ട്. ഇനി നമ്മുടെ മീൻകറി വിത്ത് മീനും കൂടി കുഴച്ച് എന്താ ടേസ്റ്റ് പറയാം. മീൻകറി ചോറും ചാള പണ്ട് ഹീറോ ആയിട്ടുണ്ടായിരുന്നു അടുത്ത കാലത്ത്. ഇപ്പൊ വീണ്ടും ഹീറോ അല്ലാണ്ട് സീറോ ആയിട്ടുണ്ട്. പക്ഷെ ചാളക്കറി കഴിക്കാൻ ഒരു ടേസ്റ്റ് തന്നെയാണ്. വീടിൻ്റെ അകത്തൊക്കെ മൊത്തം ഒരു മണം ഉണ്ടാവും ചാളയുടെ. എന്നാലും ചാള കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഡിന്നർ ഇങ്ങനെയാണ്. നമ്മുടെ ചാള കറിയും ചാള വറുത്തതും അതുപോലെ നഗറ്റ്സൊക്കെ ഉള്ള ഒരു ഡിന്നറാണ് എൻ്റെ ഡിന്നർ. നിങ്ങളുടെ ഡിന്നർ മെൻഷൻ ചെയ്യാം, വീഡിയോ കാണാം, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്നും നിർബന്ധിക്കില്ല. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ നമ്മളിതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ദിനചര്യ ഇത്. ചില എന്നോട് 2-3 ആൾക്കാർ എന്നോട് പേഴ്സണലി ചോദിച്ചത്, നിനക്കിത് നാണുള്ളത് എന്ത് കഴിക്കണത് ഈ വീഡിയോ ഇട്ടിട്ട് ആൾക്കാരിനെ കാണിക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ ആ വ്യക്തിയോട്, അവനോടെന്ന് പറയുമ്പോൾ ഒരു അനാദരവായിട്ട് തോന്നും. ചിലപ്പോൾ നമ്മൾ അത്രയും ഫ്രണ്ട്ലിയുള്ളവരോട് നമ്മൾ അവൻ എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, എനിക്കിതൊരു ബോറായിട്ട് തോന്നുന്നില്ല. ആദ്യമൊക്കെ എനിക്കൊരു പബ്ലിക്കിൽ പോയിട്ടൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഒരു ഷൈനെസ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കതൊരു ബോറായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ എന്താണോ അതാണ് കാണിക്കുന്നത്, അല്ലാതെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മൾ ടി വിയിൽ കുക്കർ ഷോയിൽ കാണുന്ന പോലെ ഒരു സെറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന പരിപാടികളല്ല. നമ്മുടെ വീട്ടിലെന്താണോ അത് നമ്മൾ കാണിക്കും. അത് കാണാൻ ആൾക്കാരുണ്ട്, കാണാൻ താല്പര്യമില്ലാത്തൊരു കാണണ്ട, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതും നമ്മുടെ ഒരു വരുമാന മാർഗമാണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ കാണണ്ട. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ, അറിയണവർക്ക് പിന്നെ അത് പ്രശ്നമില്ലല്ലോ. വീഡിയോ കാണുന്നവർക്കും ഇഷ്ടമുള്ളവർക്കും അതൊരു പ്രശ്നമില്ല. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.